അമ്മ കരയാതെ. അമ്മേ, അമ്മാവനെയും കാടനെന്തെങ്കിലും ചെയ്തു കാണും, എനിക്ക് ഉറപ്പാ. കാടന്റെ മുമ്പിൽ പിടിച്ചിരിക്കാനുള്ള ആംബിയറൊന്നും അമ്മാവനില്ല. ദീപകെ, അത് നിനക്ക് നിന്റെ അമ്മാവനെ കുറിച്ച് ശരിക്കും അറിയാഞ്ഞിട്ടാ. നീ മാറി നിന്ന് സംസാരിക്കുമ്പോ ഹൃദയ കേൾക്കാതെ നോക്കണമായിരുന്നു. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. നീ മാറിയേക്ക്. തന്നോളൂ അമ്മേ. വർമ്മ സാറേ, ഇനി നമുക്ക് മുഖ്യ ചടങ്ങിലേക്ക് കടക്കാം. രാജുവിന് വേഷം മാറ്റി ഒരുക്കിക്കൊണ്ടുവന്നുള്ളൂ. ഇനി എന്ത് ചടങ്ങാ വേണു ഏട്ടാ? ഞാൻ പറയാൻ രാധ. രാജു എന്റെ കൂടെ വാ. അപ്പോ ഇനിയുണ്ടോ ചടങ്ങ്? ഇനി എന്ത് ചടങ്ങാ ശേഖരൻ സാറേ? രാജു വാ, ഞാൻ പറയാം. വാ ചെല്ല് മോനെ, ചെല്ല്. വാ രാജു. അച്ഛാ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, ഒരു കുഴപ്പമില്ല മോളെ. ഞങ്ങളുടെ മകന്റെ ജീവൻ രക്ഷിച്ച വർമ്മ സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എന്താ വേണോട്ടത്? നമുക്കിടയിൽ ഇങ്ങനെ നന്ദി വാക്കിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? എന്റെ ചങ്കിന്റെ പാതിയാണ് രാജു എന്ന ഞാൻ കരുതുന്നത്. എന്റെ മകളുടെ കഴുത്തിലെ താലിയർക്കാൻ നോക്കിയത് ആരായാലും അവരെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ വിചാരണ ചെയ്ത് അവർക്കുള്ള ശിക്ഷ നൽകിയിരിക്കും.